എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ലക്ഷറി ക്രൂസ് ഷിപ്പ് യാത്രയുണ്ടത്. ഈ വീഡിയോയിൽ ഈ കപ്പലിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് മുഴുവൻ കാണിച്ചു തരാം. നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് മലാക്ക കടലിടുക്കിൽ കൂടി മലേഷ്യയിലെ പെനാങ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ച് സിംഗപ്പൂർ തന്നെ വരുന്ന 2 രാത്രിയും 3 പകലും നീണ്ടു നിൽക്കുന്ന ഒരു ഗംഭീര യാത്രയാണ്. നമ്മൾ അൽഹിജാസ് ഹോളിഡേയ്സ് സംഘടിപ്പിച്ച ഒരു വലിയ ഗ്രൂപ്പിന്റെ പോണ്ട യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ക്രൂസ് ഷിപ്പിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അൽഹിജാസ് ഹോളിഡേയ്സ് ആയിട്ട് ബന്ധപ്പെടാം. കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കപ്പലിന്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങാം. ഈ കപ്പലിന്റെ പേര് സ്പെക്ട്രം ഓഫ് ദ സീസ് എന്നാണ്. റോയൽ കരീബിയൻ ഇന്റർനാഷണലിന്റെ കോണ്ടം അൾട്രാ ക്ലാസ് ക്രൂസ് ഷിപ്പാണ് സ്പെക്ട്രം ഓഫ് ദ സീസ്. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂസ് ഷിപ്പ് കപ്പലുകളിൽ ഒന്നാണ് ഈ ഒരു കപ്പല്. ഇതിനകത്ത് 4905 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. അതുമാത്രമല്ല 1300ഓളം ക്രൂ മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം വലിപ്പമുള്ള കപ്പലായിരിക്കും. ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കപ്പലാണ്. ചെറിയൊരു സിറ്റിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ 16 ഡെക്കുകളുണ്ട്, അതായത് 16 നിലകളാണ്. അതിൽ 14 യാത്രക്കാർക്ക് പ്രവേശനമുണ്ട്. ബാക്കി 2 കപ്പലുകളുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ഡെക്കുകളായതുകൊണ്ട് അതിനകത്തേക്ക് പ്രവേശനമില്ല. 14 ഡെക്കിലും നമുക്ക് പോകാൻ പറ്റും. ഇതിന് നീളം വരുന്നത് 347 മീറ്റർ ആണ്, അതായത് 1139 അടി നീളമുണ്ട് ഈ ഒരു കപ്പലിന്. അതുപോലെ ഈ ഒരു കപ്പലിൽ 2137 റൂമുകളുണ്ട്. അത് പല കാറ്റഗറി റൂമുകളുണ്ട് കേട്ടോ. അതായത് ഓഷ്യൻ വ്യൂ റൂംസ് 142 ഉണ്ട്, അതായത് കടലിന്റെ വ്യൂ ഉള്ള റൂമുകൾ. അതുപോലെ ബാൽക്കണി റൂം 1487 ഉണ്ട്. പിന്നെ സ്യൂട്ട് റൂമും ഉണ്ട് 142 എണ്ണം. ഇത് കൂടാണ്ട് ഇന്റീരിയർ റൂം ഉണ്ട്, അതായത് ജനലുകളൊന്നും ഇല്ലാത്ത ടൈപ്പ് റൂമുകൾ. നമ്മളൊക്കെ എടുത്തിരിക്കുന്ന അത്തരം റൂമുകളാണ്. കാരണം താരതമ്യേന മറ്റ് റൂമുകളെ അപേക്ഷിച്ച് റേറ്റ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് ആ റൂമുകൾ എടുക്കുന്നത്. മറ്റ് റൂം കാറ്റഗറികൾക്കെല്ലാം റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്ന പോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളുള്ള റൂമുകളാണ്. 24 മണിക്കൂറും റൂം സർവീസ് ഉണ്ട്. ടിവിയും ഫോണും പിന്നെ ലോണ്ടറി സർവീസ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു കപ്പലിൻ്റെ ഉള്ളിൽ മാത്രം. ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാനുള്ള സൗകര്യങ്ങൾ, എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ്, പിന്നെ ഗെയിം കളിക്കാൻ പറ്റുന്ന കുറെ സംവിധാനങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ പോലെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ തിയേറ്ററുകൾ, സിനിമ കാണാൻ പറ്റുന്ന സെറ്റപ്പ്, അതുപോലെ നാടകങ്ങളും ഡാൻസും പരിപാടികൾ അവതരിപ്പിക്കുന്ന തിയേറ്ററുകൾ, പിന്നെ എന്തെങ്കിലും ഇവന്റ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന സ്ഥലങ്ങൾ, മ്യൂസിക് ഹാള്, പിന്നെ സ്വിമ്മിംഗ് പൂളുകളുണ്ട്. സ്വിമ്മിംഗ് പൂള് പല ടൈപ്പിലുള്ളതുണ്ട്. ബാറുണ്ട്, ക്ലബ് ഉണ്ട്, ലോഞ്ചുകളുണ്ട്, കോൺഫറൻസ് റൂമുകളുണ്ട്, മീറ്റിംഗ് റൂമുകളുണ്ട്. അതുപോലെ ഡൈനിങ് എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇതിനകത്തെല്ലാം അൺലിമിറ്റഡ് ഫുഡും കിട്ടും. അതുപോലെ കുറെ കഫേകളുണ്ട്. അതുപോലെ അൺലിമിറ്റഡ് പിസ കിട്ടുന്ന സ്ഥലം, അൺലിമിറ്റഡ് ഐസ്ക്രീം കിട്ടുന്ന സ്ഥലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ഷിപ്പിന്റെ ഉള്ളിൽ. പിന്നെ ഫുഡ് അൺലിമിറ്റഡ് ആണെങ്കിലും ഫുഡിന് പ്രത്യേക ടൈമിംഗ് ഉണ്ട്, രാവിലെ ഉച്ചക്ക് വൈകിട്ട് എന്ന രീതിയിൽ. പക്ഷേ ഷിപ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എപ്പോൾ വേണമെങ്കിലും ഫുഡ് കിട്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ ഷിപ്പിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവ് എന്ന് പറഞ്ഞാൽ 931 മില്യൺ യൂറോ ആണ്. അതായത് ഇന്ത്യൻ മണി നോക്കുമ്പോൾ 8500 കോടി ഇന്ത്യൻ രൂപ. അതുപോലെ ഇത് ഡീസൽ ഇലക്ട്രിക്കലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 22 നോട്ട്സ് ആണ് ഈ ഒരു കപ്പലിന്റെ വേഗത, അതായത് മണിക്കൂറിൽ 41 കിലോമീറ്റർ. 2017 നവംബറിലാണ് ഈ ഒരു കപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഈ കപ്പൽ നിർമ്മിച്ചത് മേയർ വെർഫ്റ്റ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കപ്പൽശാലയിലാണ്. 2019 ഫെബ്രുവരിയിലാണ് ഈ ഒരു കപ്പൽ ലോഞ്ച് ചെയ്യുന്നത്. 1795 മുതൽ തന്നെ ഈ ചെറിയ മരത്തിന്റെ വെസലുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു മേയർ വെർഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഷിപ്പുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. ഇന്ന് ഇവര് പല വിധത്തിലുള്ള 700ഓളം കപ്പലുകൾ അവരുടെ യാർഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്പെക്ട്രം ഓഫ് ദ സീസ് എന്ന് പറയുന്ന ഈ ഒരു കപ്പല് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൈപ്രസിലാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലാണ് ഈ ഒരു കപ്പൽ സർവീസ് നടത്തുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പോകുന്ന സിംഗപ്പൂർ, മലേഷ്യ, പിന്നെ ജപ്പാൻ, ചൈന, ആ ഭാഗങ്ങളിലൊക്കെയാണ് ഈ ഒരു കപ്പൽ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കപ്പലിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ റോയൽ കരീബിയൻ ഗ്രൂപ്പാണ്. റോയൽ കരീബിയൻ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ് റോയൽ കരീബിയൻ ഇന്റർനാഷണൽ. ഈ റോയൽ കരീബിയൻ ഗ്രൂപ്പ് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മിയാമി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്രൂയിസ് കമ്പനിയാണ് കേട്ടോ. അത് 1997 ഇത് ആരംഭിക്കുന്നത്. റോയൽ കരീബിയൻ ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനങ്ങളാണ് റോയൽ കരീബിയൻ ഇന്റർനാഷണലും അതുപോലെ സെലിബ്രിറ്റി ക്രൂയിസ്, സിൽവേർസിയ ക്രൂയിസ്. അതൊക്കെ നിലവിൽ ഇവർക്ക് ഏകദേശം 65ഓളം കപ്പലുകളുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പ് എന്ന് പറയുന്നത് ഐക്കൺ ഓഫ് ദ സീസ് എന്ന് പറയുന്ന ഒരു കപ്പലാണ്. അതും ഈ റോയൽ കരീബിയൻ ഇന്റർനാഷണലിന്റെയാണ്. റോയൽ കരീബിയൻ ക്രൂയിസ് ലൈൻ എന്നറിയപ്പെട്ടിരുന്ന റോയൽ കരീബിയൻ ഇന്റർനാഷണൽ 1968 നോ
നോർവേയിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ക്രൂയിസ് ലൈൻ ബ്രാൻഡാണ്. 1997 മുതൽ റോയൽ കരീബിയൻ ഗ്രൂപ്പിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമായിട്ട് പിന്നീട് അത് മാറി. ഇന്ന് ക്രൂയിസ് ഷിപ്പുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ലൈന് റോയൽ കരീബിയൻ ഇന്റർനാഷണലിന്റെ ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ യാത്രക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അതിൽ 2ാം സ്ഥാനവും ഈ റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിംഗപ്പൂർ വരുന്നതും ഈ ഒരു ഷിപ്പിൽ കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഈ ഷിപ്പ് ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് ക്രൂസ് ചെയ്യാണ്. ഇനി പോകുന്നത് മലേഷ്യയിലെ പെനാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഞാനിപ്പോൾ ഈ ഷിപ്പിൻ്റെ ഏറ്റവും പുറയിലാണ് വന്നേക്കണം. ഏറ്റവും പുറയിൽ സ്പെക്ട്രം ഓഫ് ദ സീസ് എന്ന് എഴുതിയിട്ടുണ്ട്. നോക്കി, നമ്മൾ ഈ ഒരു സിംഗപ്പൂരിൽ നിന്ന് വിട പറഞ്ഞിട്ട് സിംഗപ്പൂർ തന്നെ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തു. നേരെ പോകുന്നത് പെനാങ് എന്ന് പറയുന്ന മലേഷ്യയുടെ ഭാഗത്തോട്ടാണ്. അവിടെ നമ്മൾ നാളെ എത്തുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ സിംഗപ്പൂരിൻ്റെ ആ ഒരു ബിൽഡിങ്സ് മുഴുവൻ നമുക്ക് കാണാം. ഇവിടെ കുറേ ദ്വീപുകളൊക്കെ ഉണ്ട് കണ്ടോ. ഇതൊക്കെ സിംഗപ്പൂരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ദ്വീപുകളാണ്. നമ്മുടെ കപ്പൽ കുറച്ച് അങ്ങ് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ സിംഗപ്പൂരിൻ്റെ അമ്പരചുംബികളായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ഇങ്ങനെ നിരന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഈ സിംഗപ്പൂരിൻ്റെ ഭാഗത്തുള്ള ഈ കടലിൽ ഇഷ്ടം പോലെ കപ്പലുകൾ കാണാം. നമുക്ക് എണ്ണാൻ പോലും പറ്റില്ല, അത്രയധികം കപ്പലുകൾ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ നങ്കൂരമിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ സിംഗപ്പൂർ ഒരു പ്രധാനപ്പെട്ട കപ്പൽ ഗതാഗത കേന്ദ്രവും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിൽ ഒന്നുമാണ് ഇവിടുത്തെ സിംഗപ്പൂർ പോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രവും സൗത്ത് ചൈന കടലും തമ്മിൽ ബന്ധപ്പെട്ട ഒരു പ്രധാന ലൊക്കേഷനിലാണ് ഈ ഒരു സിംഗപ്പൂരിന്റെ സ്ഥാനം. അതുകൊണ്ട് സിംഗപ്പൂരിന്റെ വരുമാനത്തിന്റെ ഏറിയ പങ്കും കപ്പൽ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സിംഗപ്പൂരിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നട്ടലാണ് ഈ ഒരു സിംഗപ്പൂർ പോർട്ടും കപ്പൽ ഗതാഗതവും. നമുക്കേ ഇനി കപ്പലിലെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്, അതൊക്കെ കാണാം. ഞാൻ നിൽക്കുന്നത് 15ാമത്തെ ഡെക്കിലാണ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂളും സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെ ഈ കപ്പലിലുള്ള 4 ക്രൂ മെമ്പേഴ്സ് അവർ ഡാൻസ് കളിക്കാനായിട്ട് വന്നേക്കാണ്. ഇത് കണ്ട നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറെ ആളുകൾ ആ ഡാൻസ് അനുകരിച്ചുകൊണ്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കും കളിക്കട്ടോ, അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ കുറെ ആളുകൾ ഇവിടെ നിന്നും ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് നോർത്ത് ഇന്ത്യക്കാരും ഈ ഒരു യാത്രയിൽ കണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഏഷ്യക്കാരാണല്ലോ ഈ യാത്രയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കാരണം ഏഷ്യൻ രാജ്യങ്ങളിലാണല്ലോ ഈ ഒരു കപ്പൽ സർവീസ് നടത്തുന്നത്. ഇവിടെ ഡാൻസ് കളിക്കുന്നതിനൊപ്പം തന്നെ ഒരുപാട് പേര് സ്വിമ്മിംഗ് പൂളിലും കിടക്കുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഭാഗം കണ്ട, ഇത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അതായത് ഇതൊരു ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുട്ടികളും മാതാപിതാക്കളോടൊപ്പം അവിടെ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഇത്രയും നിലകളുണ്ടല്ലോ ഈ ഒരു കപ്പലിനെ. അപ്പോൾ എല്ലാവർക്കും തോന്നും എങ്ങനെയാണ് ഈ കപ്പലിന്റെ പല നിലകളിലോട്ടും പോകുന്നത് എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. അതേ ഈ കാണുന്ന ലിഫ്റ്റ് കണ്ടോ, കപ്പലിന്റെ ഉള്ളിലെ ലിഫ്റ്റാണ്. ഒരു കെട്ടിടത്തിൽ എന്ന പോലെ നമുക്ക് ഈ ലിഫ്റ്റിൽ കയറി പോകാം. ഈ കപ്പലിന്റെ മുൻഭാഗത്തും പുറകുഭാഗത്തും ലിഫ്റ്റുകളുണ്ട്. അതായത് ഒരു സൈഡിൽ 6 ലിഫ്റ്റുകളുണ്ട്. ഒരേ സമയം 12 ലിഫ്റ്റുകളുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നല്ല. അപ്പൊ എല്ലാവർക്കും പ്രശ്നമില്ലാണ്ട് എപ്പോ വേണമെങ്കിലും ലിഫ്റ്റിൽ കയറി പോകാനുള്ള സംവിധാനം ഈ ഒരു ലിഫ്റ്റിലുണ്ട്. ഈ ലിഫ്റ്റിൽ കയറുമ്പോൾ ഓരോ ഡെക്കിലും എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്നുള്ളതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു കപ്പലിലെ ലിഫ്റ്റിന്റെ സംവിധാനം. അടിപൊളിയല്ലേ? അതുപോലെ ഈ ഒരു ഷിപ്പിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് സൂംബ. ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ എല്ലാ ദിവസവും സൂംബ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ടർ നമുക്ക് ഡാൻസ് കാണിച്ചു തരും. അപ്പോൾ അതനുസരിച്ച് നമുക്കും ചെന്നിട്ട് ആ ഒരു സൂംബ എക്സസൈസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല സൺറൈസ് എക്സസൈസ് ഉണ്ട്, മോർണിംഗ് സ്ട്രെച്ച് ഉണ്ട്, യോഗയുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഷിപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇവിടെ ഒരു ആപ്പ് ഉണ്ട്, അതായത് റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ എത്ര മണിക്ക് ഏതൊക്കെ പരിപാടികൾ ഉണ്ടെന്നുള്ള കാര്യം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി നമുക്ക് നമ്മളുടെ ഷെഡ്യൂളുകൾ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ സിംഗിൾസ് ആയിട്ട് ഉള്ളവരും അതുപോലെ സോളോ ട്രാവലേഴ്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് തമ്മിൽ ഒത്തുകൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാംസും ഈ ഒരു ഷിപ്പിലുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുറേ എന്റർടൈൻമെന്റ് പരിപാടികളും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. നല്ല രസമാണ് എന്തായാലും. പിന്നെ മ്യൂസിക് പ്രോഗ്രാംസും അതുപോലെ പ്രീ റെക്കോർഡഡ് മ്യൂസിക് അതിന്റെ പ്രോഗ്രാംസ്, പിയാനോ മെലഡീസ്, ഇനി DJ വേണ്ടവർക്ക് എല്ലാ ദിവസവും രാത്രിയിൽ DJ ഉണ്ടാവും. പിന്നെ ബോളിവുഡ് ഡാൻസിന്റെ ക്ലാസ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഷിപ്പിൽ. പിന്നെ അതേ ഈ കാണുന്നതാണ് ഈ ഒരു ഷിപ്പിലെ ഫിറ്റ്നസ് സെന്റർ. അതായത് ജിമ്മിന്റെ വർക്കൗട്ടൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റുന്നൊരു സൗകര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് തന്നെയുണ്ട്. ഇതിനകത്ത് ട്രെഡ്മില്ലും പിന്നെ അതുപോലെ മറ്റേ ഗിംബലും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു ജിമ്മും ഈ ഒരു ഷിപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് സ്പാ ആൻഡ് ഫിറ്റ്നസ് സെന്ററാണ്. നമുക്ക് ഈ ബോഡി മസാജ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ, പിന്നെ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഷിപ്പിൽ തന്നെയുണ്ട്. ഇതിന് പക്ഷേ സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. അതുമാത്രമല്ല ഇതിനകത്ത് ബ്യൂട്ടി സലൂണൊക്കെ ഉണ്ട്, അതായത് മുടിവെട്ട് കട വരെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന സംഭവം എന്താണെന്നറിയാമോ, ഇത് റണ്ണിങ് ട്രാക്കാണ്. ഇത് 15ാമത്തെ ഡെക്കിലാണ്. സ്പോർട്സ് ഡെക്ക് എന്നാണ് ഈ ഒരു ഡെക്കിനെ പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ജോഗിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഇത് അതിനുള്ള സൗകര്യമാണ് ഈ കാണുന്നത്. അതായത് ഈ ഷിപ്പിന് ചുറ്റും ഈ ഒരു ട്രാക്ക് ഉണ്ട്. അതൊന്ന് കറങ്ങി വന്നു കഴിഞ്ഞാൽ 460 മീറ്ററാണ്. ഇനി അത് 2 തവണ കറങ്ങിയാലോ ഏകദേശം അത് 1 കിലോമീറ്റർ ആവും. നമ്മളൊരു 10 ലാപ്പ് എടുക്കുകയാണെങ്കിൽ 5 കിലോമീറ്റർ ആവും. നമ്മളൊരു 21 ലാപ്പ് എടുത്താൽ 10 കിലോമീറ്റർ ഓടുന്നതിന് തുല്യമാവും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതിനകത്ത്. ഈ ഷിപ്പിലുണ്ടല്ല ഒരേ സമയം പല സ്ഥലത്തും പല പരിപാടികൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഒരു ആപ്പ് ഉണ്ട്, റോയൽ കരീബിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഡെക്കിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെ അത് നോക്കാനായിട്ട് ഇവിടുത്തെ വൈഫൈ കണക്ട് ചെയ്താൽ നമുക്കത് നോക്കാവുന്നതാണ്. പിന്നെ വൈഫൈ ഞാൻ ആക്ച്വലി ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല റേറ്റാണ്, $75 വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഷിപ്പിൻ്റെ 15ാമത്തെ നിലയിലാണ് കേട്ടോ. 16ാം നിലയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അവിടെ വേറെ എന്തൊക്കെയോ സ്പായോ അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. 15ാം നിലയിലാണ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ഡെക്ക് ഉള്ളത്. ഇവിടെ ഒരു സംഭവം ഉണ്ട്, കണ്ട, ഇതിനകത്ത് പിടിച്ച് കയറണം, അതിൻ്റെ മുകളിലോട്ട് പിടിച്ച് കയറണം, കണ്ട, ആ ഒരു ഗെയിമാണ്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ചുറ്റി നടന്നൊന്ന് കാണാം എന്തായാലും. അതുപോലെ ഈ ഒരു ഡെക്കിൽ കപ്പലിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് ഈ കാണുന്ന ഒരു സംഭവം ഉള്ളത്. ഇത് ഫ്ലോ റൈഡർ എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. അതിനകത്തൊക്കെ കയറാനുള്ള ക്യൂ ആണ് ഇപ്പോൾ കണ്ടത്. നിറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സർഫ് ചെയ്യത്തില്ലേ കടലിൽ, അതേപോലെ ഒരു സംഭവം ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സർഫിങ് പഠിക്കാം. നമുക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടും 2 പേര് അവിടെ ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരും എങ്ങനെ നിൽക്കണം, എങ്ങനെ കൈ പിടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ സൈഡിൽ നിന്ന് ഇവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് അപകടമായിട്ടുള്ള കാര്യമൊന്നുമല്ല, സിമ്പിളാണ്, ഒന്നും പറ്റുന്നില്ല. നമ്മൾ ഇപ്പോൾ മറിഞ്ഞു വീണാലും ജസ്റ്റ് ആ സൈഡിൽ പോയിട്ട് തെന്നി ആ ഭാഗത്തോട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നടന്നു വരാം. ഈ സർഫിംഗ് ഒക്കെ കടലിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതേ ഇവിടെ വന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ നേരെ പുറകു ഭാഗത്തോട്ട് നോക്കുമ്പോഴാണ് വേറൊരു സംഭവം കണ്ടത്. ഇത് കണ്ട ആൾക്കാർ പറന്ന് കിടക്കണം അവിടെ. ഇതിൻ്റെ പേര് ഫ്ലൈയിങ് എന്നാണ്, അതായത് റിപ്പ് കോഡ് എന്നാണ് ഇതിനെ പറയുന്നത്. താഴത്തുനിന്ന് കാറ്റ് വരുന്നുണ്ട്, ആ കാറ്റിൻ്റെ ശക്തിയിൽ നമുക്ക് ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കണ പോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഇത് ശരിക്കും ഇതിന് സെപ്പറേറ്റ് പൈസയാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ $20 ആണെങ്കിൽ ഏറ്റവും അവസാനത്തെ ദിവസം ഇത് $40-60 ഒക്കെയാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ റേറ്റ് അവർ കൂടും. ഇതിനൊക്കെ സെപ്പറേറ്റ് പൈസയാണ്. എന്തായാലും ഇതൊരു അടിപൊളി സംഭവം തന്നെയാണ്. ഇത് നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പോൾ ഇവരുടെ ആപ്പ് നോക്കി അതിൻ്റെ ടൈമിങ് നോക്കിയിട്ട് വേണം ഇത് ബുക്ക് ചെയ്ത് പൈസ കൊടുക്കണം, എന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അടിപൊളി എക്സ്പീരിയൻസാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ സ്കൈ പാഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിപ്പോൾ വർക്കിംഗ് അല്ല, അതിന് സമയം വേറൊരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അലാസ്റ്റിക് പോലെയുള്ളൊരു 2 റോപ്പ് വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് ചാടുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ്. ഇത് ഷിപ്പിൻ്റെ ഏറ്റവും പുറകിലാണ്, നല്ല വ്യൂ ഉള്ളൊരു ഭാഗമാണിത്. പിന്നെ ഇവിടെ ഈ ഷിപ്പ് ടൂർ ഉണ്ട്. അതായത് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് 2 മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ ഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു ഷിപ്പ് ഓടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ല, അതൊക്കെ കാണിച്ചു തരുന്ന ഒരു പ്രോഗ്രാം കൂടി ഉണ്ട്. അത് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഉണ്ടാവുന്നത്. നമ്മളെ ഇപ്പോൾ നടക്കുന്നത് ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇത് നോക്കിയാൽ താഴത്തെ കടലാണ് ഈ കാണുന്നത്. ഏറ്റവും വലിയ നോക്കി അടിപൊളിയല്ലേ. ഇത് കണ്ട ഒരു വണ്ടിയുടെ ഷേപ്പിൽ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാണ്. ശരിക്കുള്ള വണ്ടിയൊന്നും അല്ല കേട്ടോ. ഇവിടെ സീപ്ലെക്സ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു സീപ്ലെക്സ് എന്ന് പറയുന്ന എന്തൊരു സംഭവമാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല, നോക്കട്ടെ. ഓ ഇവിടെ ഇതായിരുന്നല്ലേ മറ്റേ വണ്ടി. ആഹാ, കുറേ ഗെയിംസും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ബമ്പർ കാർ, ഇത് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്, നിറച്ച ആൾക്കാരാ. ഇവിടെ ഉണ്ടല്ല ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള ഏരിയയാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കാർ ഓടിക്കുന്ന കണ്ടില്ലേ, ഇലക്ട്രിക് കാറ്, മറ്റേ കാറ്, ആ കാർ ഓടിച്ച് അതേ സ്ഥലത്ത് തന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള കോർട്ടും കൂടിയാണ്. അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. ഇവിടെ ടേബിൾ ടെന്നീസാണ് കളിക്കണം കേട്ടോ. ഓക്കെ, ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള ഏരിയ. ഇത് മറ്റേ ഡാൻസ് കളിക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അമ്പും ബില്ലുമാണ് കേട്ടോ. അമ്പ് ചെയ്ത് കൊള്ളിക്കണം, അതാണ് ഇവിടുത്തെ പരിപാടി. അതാണ് ഈ ഗെയിം. കണ്ട ഈ ഭാഗത്തും ടേബിൾ ടെന്നീസ് തന്നെ ഉണ്ട്. കണ്ട 2 ഭാഗത്തും ടേബിൾ ടെന്നീസ് ആണ്. ഇവിടെ 20 മിനിറ്റ് ഒരാൾക്ക് കളിക്കാമെന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ഒരു ടീമിന് 20 മിനിറ്റ് ആണ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം. അതായത് എല്ലാവർക്കും കളിക്കണം. 10,000 പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം വെച്ചേക്കണം. ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ വേറെ കളി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ബാസ്കറ്റ് ബോൾ, അപ്പർ സൈഡ് സോക്കർ എന്ന് പറയുന്ന ഗെയിം. ഈ ഗെയിമിന് എന്താ പറയണം, ഇതിൻ്റെ പേര് മറന്നുപോയി. ഇത് കണ്ട, ഇത് ഇവിടെ ഇങ്ങനത്തെ സംഭവം കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കണ്ട എല്ലാവർക്കും കളിക്കാം. ഓ, ഈ റൂമിൽ എന്താ സംഭവം എന്ന് പറയാം, വീഡിയോ ഗെയിംസ് ആണെന്ന് തോന്നുന്നു. മറ്റേ നമ്മൾ ഇത് കണ്ട ടോംബർ റൈഡർ, അമ്പോ ഓട്ടം വെടിയെ പോയി. ഇവിടെ മറ്റേ റേസിംഗ് ഒക്കെ ഉണ്ട്.
ഓ എല്ലാ പരിപാടിയും ഉണ്ടല്ലോ. ആ നൈസ്. നോക്കി ഇവിടെ ഉണ്ടല്ലോ, ഇത് ഐസ്ക്രീം കൗണ്ടറാ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇഷ്ടംപോലെ ഐസ്ക്രീം വലിച്ചു വരെ തിന്നാം. ഈ കാണുന്നത് വേറെ പൂളാണ്. ഇവിടെ ഇഷ്ടംപോലെ പൂളുണ്ട്. ഈ ഡെക്കിൽ തന്നെ 3 പൂളുണ്ട്. ഇത് പിള്ളേർക്ക് പിള്ളേരല്ല, എല്ലാവരും ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ജക്കൂസിയാണ്. അതിൻ്റെ അപ്പുറത്തും ഉണ്ട് 2 ജക്കൂസി ഉണ്ട് ഇവിടെ. ഇവിടെ കടലിലെ കാഴ്ചയും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഒരു ബോട്ടൊക്കെ പോകുന്ന കുറേ ദ്വീപുകളൊക്കെ കാണാം. ഈ ഭാഗത്തെ പൂൾ ടൗൾ എന്ന് എഴുതിയേക്കണ്ട. നമ്മുടെ കാർഡ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പൂളിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ആ ടവൽ ഇവിടെ നിന്ന് മേടിച്ചാൽ മതി. ഇവിടെയൊക്കെ കണ്ട ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ് കിടക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്ത് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. അൺലിമിറ്റഡ് ഫുഡാണ്. പിന്നെ കുറേ ഗെയിംസ് ഉണ്ട്, കുറേ പരിപാടികളുണ്ട്. ഫുൾ ആക്റ്റീവ് ആയിരിക്കും. രാത്രി 12 മണി വരെ പരിപാടികളുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ ഭാഗത്താണ്. ഇവിടെയൊക്കെ നോക്കി നല്ല രസമല്ലേ, കിടില സ്ഥലമാണ്. പിന്നെ ലിക്കർ പല സ്ഥലത്തും ഉണ്ട്. ബാറ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തേ കാണുന്ന ലിക്കർ ഷോപ്പാണ്. ലിക്കറിന് പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഫുഡ് നമുക്ക് എന്തോരം വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇതൊരു ഹൈലൈറ്റ് ഏരിയ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഈ ഷിപ്പിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഒരു പൂളുണ്ട്. ഇത് നൈസല്ലേ, നല്ല അടിപൊളി വ്യൂ കൊണ്ട് കിടക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഷിപ്പിൻ്റെ ഏറ്റവും മുമ്പാകത്തുള്ള കാഴ്ചകൾ കാണാം. നോക്കി അടിപൊളി. ഈ ഭാഗത്തൊക്കെ പോകണമെങ്കിൽ പൈസ കൊടുക്കണമെന്നൊക്കെയാണ് കേട്ടത്. അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. യെസ് കണ്ടാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി നിൽക്കാം കാറ്റൊക്കെ കൊണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എ സിയാണ്. ഈ വാതിലിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് നിൽക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഏരിയ ഈ ഭാഗം. കണ്ടോ, നമുക്ക് ഈ ഭാഗം ഇങ്ങനെ കാണാൻ പറ്റും. സിംഗപ്പൂർ എവിടെ? സിംഗപ്പൂരാണ് കാണുന്നത്. കണ്ടോ, ഇത് അതിൻ്റെ ഭാഗമായിട്ട് കുറേ ദ്വീപുകളൊക്കെ ഉണ്ട്, കുറേ കപ്പലുകൾ, കെട്ടിടങ്ങൾ. നല്ല രസമുണ്ട്, കിടിലം വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് വന്നേക്കുന്നത് നമ്മുടെ അൽഹിജാസിൻ്റെ ഒപ്പമാണ്. ഇതാണ് നമ്മുടെ മുസ്തഫിക്ക, ഇതിൻ്റെ ഓണറാണ്. എങ്ങോട്ടൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട്? ഇവിടെ മാത്രമല്ലല്ലോ, നമ്മൾ മെയിനായിട്ട് പോയിരുന്നത് പിൽഗ്രിം പോയിരുന്നു. ഈജിപ്റ്റ്, ഇസ്രായേൽ, ഫലസ്തീൻ, ജോർദാൻ, അങ്ങനെ പോയിരുന്നു. അങ്ങനെ ഒരു 32 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ വാർ വന്നതിന് ശേഷം സ്റ്റോപ്പായി. പിന്നെ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, അതുപോലെ തന്നെ ഈ റോയൽ കരീബിയൻ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കൺട്രീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലാണെങ്കിൽ ആൻഡമാൻ, അതുപോലെ ഹൈദരാബാദ് ഡെസ്റ്റിനേഷനുകൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും പോകുന്നുണ്ട്. വിയറ്റ്നാം പോകുന്നുണ്ട്. ഇതൊക്കെ കൂടുതലും കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. കൂടുതൽ മലേഷ്യയൊക്കെ ആളുകൾ അവർക്ക് അവരുടെ ഡേറ്റിനനുസരിച്ച് സ്വന്തമായിട്ടുള്ള ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് അവർക്ക് ഫാമിലിക്ക് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ട്. അതുപോലെ ഞാൻ ഓസ്ട്രേലിയ പോയ സമയത്ത്, ന്യൂസിലാൻഡ് പോയ സമയത്ത് കുലാലംപൂർ ഒരു ദിവസം നിന്നിട്ടാണ് പോയത്. അതായത് ഒരു ഡേ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അന്ന് എൻ്റെ ഇപ്പോൾ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ആ ഗൈഡിൻ്റെ നമ്പർ തരുമോ. ആ ഗൈഡിനെ സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ ഇക്കയും അതുപോലെ തന്നെ നമ്മുടെ ഷാജഹാനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആ ഗൈഡിനെ സെറ്റ് ചെയ്തത്. നമ്മുടെ കുലാലംപൂർ സെറ്റ് ചെയ്തൊക്കെ എന്താ കപ്പല് എമ്പക്കം വിടുന്ന പോലെ ഉണ്ടല്ലോ. അത് കൊള്ളാം. നമ്മൾ ഈ ഒരു പാക്കേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 3 നൈറ്റ് റോയൽ കരീബിയൻ ഷിപ്പ്. അതിലൊരു 7 മണിക്കൂറോളം മലേഷ്യയിലെ പിനാങ് ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 3 ദിവസത്തെ സിംഗപ്പൂരും കൂടി ആഡ് ചെയ്തിട്ടാണ്. ടോട്ടൽ 6 നൈറ്റാണ് നമ്മൾ ഈ ഒരു പാക്കേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ആ കാണുന്ന സിംഗപ്പൂരാണ് കാണുന്നത്. അതിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാനുള്ളതാണ്. എനിക്ക് ആക്ച്വലി ഇവരുടെ സംഭവം ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ക്രൂസ് ഷിപ്പ് മാത്രമല്ല, നമുക്ക് സിംഗപ്പൂർ എന്തായാലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ മുഴുവൻ സ്ഥലങ്ങളും ഈ ഒരു ട്രിപ്പിൽ ഇൻക്ലൂഡാണ്. പിന്നെ നമ്മൾ പെനാങ് എന്ന് പറയുന്ന മലേഷ്യയും കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഒരു 6 ദിവസം അടിച്ചു പൊളിക്കാം. ഷിപ്പുമായി സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു രാജ്യവും കാണാം, മലേഷ്യയിലെ പെനാങ് എന്ന് പറയുന്ന സ്ഥലവും കാണാം. അതാണ് ഈ ട്രിപ്പിൻ്റെ ഇവരുടെ ഒപ്പം വന്നപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എനിക്ക് തോന്നിയത്. സിംഗപ്പൂരിലോട്ട് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സൈറ്റ് സീയിങ് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രൂയിസ് നമ്മൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. കാരണം സിംഗപ്പൂർ ഒരു ആർട്ടിഫിഷ്യൽ സിറ്റിയാണ്. നമുക്ക് അതിൻ്റെ കൂടെ ചെറിയ പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പോ അല്ലെങ്കിൽ അതുപോലെ മലേഷ്യ ആഡ് ചെയ്യാൻ പറ്റും, ലങ്കാവി ആഡ് ചെയ്യാൻ പറ്റും, തായ്ലൻഡ് ചെയ്യാം. അങ്ങനെ വരുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സിംഗപ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റോയൽ കരീബിയൻ എന്ന് പറഞ്ഞ ഷിപ്പ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പറ്റുമെങ്കിൽ ഒരു 3 ഡേയ്സ് സിംഗപ്പൂർ എടുത്ത് റിലാക്സ് ചെയ്ത് കണ്ട വളരെ നല്ലതാണ്, അടിപൊളിയായിരുന്നു. ഈ കപ്പലിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതെന്താണെന്നറിയാമോ? ഇതൊരു ബാറാണ്. അതായത് ജീവനക്കാരൊന്നില്ലാത്ത ബാറ്. മുകളിൽ മൊത്തം കിടക്കുന്ന മദ്യക്കുപ്പികളാണ്. ജീവനക്കാരില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് എന്ന്. വേറെ ഒന്നുമല്ല, ഇത് കൺട്രോൾ ചെയ്യുന്നത് മുഴുവനും റോബോട്ടാണ്. ഇത് കണ്ട, ആ റോബോട്ട് മുകളിലെ മദ്യം എടുത്ത് അത് മിക്സ് ചെയ്ത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്.
ഇവിടെ അതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബ് പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഏത് തരത്തിലുള്ള മദ്യം വേണം, എന്തൊക്കെ ടൈപ്പ് മിക്സ് ചെയ്യണം, അങ്ങനെ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ട് തനിയെ ആ മദ്യം സെലക്ട് ചെയ്ത ശേഷം അത് എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ചെയ്ത ശേഷം നമുക്ക് തരും. അതാണ് ഈ ഒരു സംഭവം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് കൂടാണ്ട് ഇഷ്ടംപോലെ സാധാരണ ബാറുകൾ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് മറ്റുള്ള സ്ഥലത്തു നിന്ന് വ്യത്യസ്തമായിട്ട് റോബോട്ട് നിയന്ത്രിക്കുന്ന ഒരു ബാറ്. റോബോട്ടാണ് ഇവിടുത്തെ സ്റ്റാഫ്. ഓരോ മേഖലയിലും ആളുകളുടെ ജോലി എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നതിനുള്ളൊരു ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇനി ബാറിൽ ജോലി ചെയ്യുന്നവരൊക്കെ സൂക്ഷിച്ചോ, ഇങ്ങനെ ഒരു പണിയൊക്കെ വരുന്നുണ്ട്. ഭാവിയിൽ ചിലപ്പോൾ ഇത് എല്ലായിടത്തും ആവുമായിരിക്കും. അപ്പോൾ ഈ പല മേഖലയിലും കമ്പ്യൂട്ടറൈസേഷൻ വരുന്നതും അതുപോലെ ഓട്ടോമേഷനൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കുറേ റോബോട്ടുകളായിരിക്കും ഇനി മുതൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കമാൻഡ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള മദ്യം മിക്സ് ചെയ്ത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റോബോട്ട് നമുക്ക് തരുന്ന ഒരു സംവിധാനം. കൊള്ളാല്ലേ? മുകളിലോട്ട് ലിഫ്റ്റ് പോകണണ്ട, അടിപൊളി. നമ്മളെ ഇപ്പോൾ നിൽക്കുന്നത് 4ാമത്തെ ഡെക്കിലാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പക്ഷേ ഇത് ബുക്ക് ചെയ്യണമെന്ന് തോന്നണം. അതായത് മെയിൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ 14 ഉണ്ട്. അതല്ല, ഇത് ഇവിടെ പല റെസ്റ്റോറൻറ്റുകളുണ്ട്. ശരിക്കും നമുക്കിവിടെ കഴിക്കാൻ പറ്റും, പക്ഷെ തിരക്ക് കാരണം കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. റിസർവ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണം. അതുപോലെ ഇവിടെ ഗോപ്രോയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. $400. ഈ ഗോപ്രോ 12-ന് $400 ഉള്ളു. അതായത് നാട്ടിലെ 34 രൂപ. ടാക്സ് ഇല്ല. കൊള്ളാട്ടോ, വേണമെങ്കിൽ മേടിക്കാം. ഡെക്ക് 4-ലെ കാഴ്ചകൾ കാണാം. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ജ്വല്ലറി ഒക്കെ ഉണ്ട്, വള അങ്ങനത്തെ സംഭവങ്ങൾ. ഈ ഇരിക്കുന്ന സ്പ്രേ ആണ്. ഇത് കണ്ട സ്പ്രേ. നമുക്ക് ഇതൊക്കെ കാശ് കൊടുക്കണം കേട്ടോ, വെറുതെ കിട്ടുന്നല്ല. ഇതൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇതൊക്കെ വാച്ചുകളാണ്. ഇവിടെ മദ്യം കിട്ടും കണ്ടോ, ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന് കാശ് കൊടുക്കണം, അതുകൊണ്ട് അങ്ങോട്ട് പോണ്ട. ഇവിടെ നോക്കുമ്പോൾ ഇതെന്താ സ്വർണ്ണമാലേ? ചെയിൻ. ഇത് ഗോൾഡാണോ? ഗോൾഡാണല്ലേ? ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ കിട്ടുന്നത് ചെയിനാണ്. ചെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വെള്ളിയാണെന്നാ തോന്നണ. വെള്ളി. അതുപോലെ വേറെ സംഭവം ഇപ്പുറത്തുള്ളത് ഇത് ഗോൾഡാണ്. കണ്ട, ഗോൾഡിന്റെ മാലകൾ പല ടൈപ്പുള്ള ചെയിൻ പോലെ. ഇത് നമുക്ക് മേടിക്കണമെന്ന് അറിയാമോ? ഇഞ്ച് കണക്കിനാണ് ഇത് സെയിൽ ചെയ്യുന്നത്. ഇത്ര ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ, അങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇതേ ഫേസ് ക്ലീനർ ഉണ്ട്, പിന്നെ അതേപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാം. എന്നാ സാധനം? സിഗരറ്റാ? എന്താ സാധനം? ദൈവത്തിന് ലിപ്സ്റ്റിക്കാണ് ഈ സാധനം. അപ്പൊ അങ്ങനത്തെ നമുക്ക് പറ്റിയല്ല, പോയേക്കാം. ഇവിടെ സ്റ്റാർ മൊമെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കരോക്കെ വെച്ചിട്ട് പാട്ട് പാടാം, നമുക്ക് തന്നെ പാടാം. അതാണ് സംഭവം. അത് കേൾക്കാൻ ഒരുപാട് പേരുണ്ട്. അടിപൊളി സ്ഥലം, നല്ല ആംബിയൻസ് അല്ലേ? ബാറ് പോലെ ഉണ്ട്, പക്ഷെ ബാറല്ല, പാട്ട് കേൾക്കുന്ന സ്ഥലം. ഇതിൻ്റെ ഉള്ളില് പല ടൈപ്പ് ഷോപ്പുകളുണ്ട്. ഇവിടെ ഈ ലേഡീസ് ബാഗുകൾ, പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടോ. ഇത് ഗോൾഡ് ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ മാലകളൊക്കെ കാണാം. പിന്നെ ഇത് വാച്ചൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയും വാച്ചുണ്ട്. ഇതെനിക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയോ ഐറ്റംസ്. ഇത് നോക്കി, അടിപൊളി വാച്ചുകൾ. സിറ്റിസൺസ് മാർവലിൻ്റെ വാച്ചുകൾ. ഇതൊക്കെ ലേഡീസ് ബാഗുകളാണ് ഈ കാണുന്ന മൊത്തം. കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ കാശില്ലാന്ന് വിഷമിക്കേണ്ട. ഇവിടെ ATM വരെ ഉണ്ട് കേട്ടോ. അതിനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ ക്യാഷ് എടുക്കണമെങ്കിൽ ക്യാഷ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല സാധനങ്ങൾ മേടിക്കാൻ. ഇവിടെ ഒരു ഫാർമസി ഉണ്ട്, മരുന്ന് കിട്ടുന്ന സ്ഥലം കണ്ടോ. നമുക്ക് മെഡിക്കൽ സെൻറ്റർ 2ാമത്തെ ഡെക്കിലുണ്ട്. എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറുണ്ട്, അത് 2ാമത്തെ ഡെക്കിലാണ്. ഇത് വേറൊരു കടയാണ് കേട്ടോ. ഇവിടെയും ഈ പേഴ്സുകൾ, ഇതൊക്കെ ലേഡീസിന് പറ്റിയാണല്ലോ. പിന്നെ ട്രാക്ക് പാൻറ്റുകൾ, ടീഷർട്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാം. ഇത് രാത്രി 11 മണി വരെ ഇത് വർക്കിംഗ് ആണ്. തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ, ഷൂ ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് പോപ്കോണൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതേ പല ടൈപ്പ് ഐസ്ക്രീം. ഇതെനിക്ക് തോന്നുന്നേ ഇത് പൈസ കൊടുക്കണമായിരിക്കും കേട്ടോ. ഈ സ്ഥലത്തുനിന്ന് പൈസ കൊടുക്കണം. പൈസ കൊടുക്കാത്ത സ്ഥലങ്ങൾ വേറെയുണ്ട്. അത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഐസ്ക്രീം കിട്ടും, പിസ്സ കിട്ടും, പിന്നെ ചിക്കൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ ഇല്ലേ, മറ്റേ എന്താ പറയുക, ഫിംഗർ ചിപ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. അത് പല പല റെസ്റ്റോറൻറ്റുകളും കഫേകളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അത് നോക്കി വേണം കഴിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ചാർജ് ചെയ്യും. ഫ്രീ ആയിട്ടുള്ളതും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. വാച്ചുകളുണ്ട്, മാലകൾ, മോതിരം, ഇതൊക്കെ കിട്ടുന്ന സ്ഥലം റാഡോ വാച്ച് സ്വിറ്റ്സർലൻഡ്. ഈ കാണുന്നത് വേറൊരു കഫേ ഉണ്ടാ. ഇവിടെ പൈസ ഉണ്ട് കേട്ടോ, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചില കഫേയിൽ പൈസ ഉണ്ട്, ചില കഫേയിൽ ഫ്രീ ആണ്. ഇവിടെ ഫൈൻ വാച്ചസ് എന്ന് എഴുതിയിരിക്കുന്നു. അതെന്ത് വാച്ചാന്നറിയില്ല, പല കമ്പനികളായിരിക്കും. എന്തായാലും കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ വേറൊരു കടയിൽ സ്പെക്ട്രം ഓഫ് ദ സീസൺ ഒക്കെ എഴുതിയിരിക്കുന്ന ഇതാണ് നമ്മുടെ കപ്പല്.
ഇത് നമ്മുടെ കപ്പലിന്റെ ചെറിയൊരു മിനിയേച്ചർ എന്താ ചെറിയ പൈസ ഉള്ളൂ, $59. $59 അതിന്. ഇതിനകത്ത് നമ്മൾ താമസിക്കണെന്നറിയാം ഈ മൂലക്ക്, ഇതിന്റെ ഉള്ളില് മൂലക്ക്. ഇവിടെ അതിന്റെ നമ്മുടെ കപ്പലിന്റെ പേരിലുള്ള ടീഷർട്ടുകൾ, പിന്നെ അതെ കുറെ പാവകള്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. എന്താ സാധനം? വെള്ളം കുടിക്കാനുള്ള ബോട്ടിൽ വരെ മേടിക്കാൻ കിട്ടും. കപ്പൊക്കെ ഉണ്ട് ഇവരുടെ പേരിലുള്ളത്, അത് കൊള്ളാട്ടാ. ഈ കപ്പലിന്റെ ഉള്ളില് സിംഗപ്പൂർ ഡോളർ അല്ലല്ലോ പറയുന്നത്, US അല്ലേ? ഇവിടെ ഡോളർ എന്ന് പറയുമ്പോൾ എല്ലാം US ഡോളർ ആയിക്കോട്ടെ. എത്ര രൂപയുണ്ട്? $24. നമ്മളെ അടുത്ത ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ മൊത്തം ലേഡീസ് ബാഗുകളാണ്. ഈ ആണുങ്ങൾക്ക് പറ്റിയൊന്നും ഇല്ലല്ലോ, ആണുങ്ങൾക്ക് പറ്റിയത് ഒരെണ്ണം കിട്ടി, ബെൽറ്റ്. ഇവിടെ കൂടുതൽ ലേഡീസിന് പറ്റിയ ഐറ്റംസ് ആണല്ലോ, ബാഗുകൾ സംഭവങ്ങളൊക്കെ. കണ്ണടയൊക്കെ ഉണ്ട് കേട്ടോ, കൂളിംഗ് ഗ്ലാസ് കിട്ടും ഇവിടെ. മെൻസിന് പറ്റിയ ബോഡി ക്രീമുകൾ ഇവിടെ ഉണ്ടല്ലോ, ഫുള്ള് സ്പ്രേയുടെ ഒരു സെക്ഷനാണ്. കുറേ എന്തൊക്കെയോ കമ്പനികൾ, പല കമ്പനികളാണ്. ഇത് കണ്ട, ഇത് കാപ്പിയുടെ സ്പ്രേ ആണെന്ന് തോന്നുന്നു. അല്ലേ, ഇതടിച്ചിട്ട് അടുത്ത ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണല്ലേ, കാപ്പിയുടെ സ്പ്രേ അല്ല കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതായിരിക്കും നല്ലത്. അതാകുമ്പോ ഇവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ട്, ഡെയിലി വന്നിട്ട് അടിച്ചിട്ട് സ്പ്രേ കൊണ്ടുവരണ്ട, സാമ്പിൾ ഉണ്ടത്. ഇതിന്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ നല്ല മണം കേട്ടോ സ്പ്രേയുടെ. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ റോയൽ തിയേറ്റർ നമ്മൾ കണ്ടതാണ്, അതിപ്പോൾ ക്ലോസ് ആണ്, കുറച്ച് കഴിയുമ്പോൾ തുറക്കോട്ടെ. അത് 7 മണിയൊക്കെ കഴിയുമ്പോൾ അടുത്ത പരിപാടി ഉണ്ട്. ഇതാണ് മ്യൂസിക് ഹാള്. പക്ഷെ എൻ്റെ അമ്മ അടിപൊളി ആംബിയൻസ്. ഇവിടെ ഉണ്ടല്ലോ എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് DJ ഉണ്ട്. ഇവിടെയാണ് DJ നടക്കുന്ന സ്ഥലം. ആണോ? ഇപ്പൊ ബാൻഡിന്റെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതേപോലത്തെ എല്ലാ സ്ഥലത്തെ ഈ ബാർ ഉണ്ടാവും കേട്ടോ. ബാറിനൊക്കെ സെപ്പറേറ്റ് സാധനം മേടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. നമ്മളെ ആക്ച്വലി ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് എത്തി. ഇത് 3-2 ഡെക്ക് 3 ഡെക്ക് 3 ഇത് അറിയണില്ല കേട്ടോ അങ്ങോട്ട് കയറി പോണത്. ഇപ്പൊ നമ്മൾ എത്തിക്കുന്ന കാസിനോ റോയൽ. ഇവിടെ ഫുള്ളാണല്ലേ, നേരത്തെ ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഇതുണ്ടാ കാസിനോ, ഇത് ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടി ആയിരിക്കും. മറ്റേ ചൂതാട്ടം. അത് തന്നെ കുറെ ഡോളറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ചൂതാട്ടം. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ വരുന്ന ഷിപ്പുകൾക്കൊന്നും ഈ പരിപാടി ഉണ്ടാവില്ല, അത് ഓഫ് ചെയ്ത് വെക്കും. പക്ഷെ നമ്മുടെ കരയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അത് ഓണാക്കും. എല്ലാ ഷിപ്പിലും ഉണ്ട് ഇതേപോലത്തെ പരിപാടി. ഇത് ഭയങ്കര ബിസിനസ്സാണ്. നമ്മുടെ ഗോവയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അവിടെ അത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി പരിപാടി ഉണ്ട്, ഫുള്ള് ചൂതാട്ടോ, അടിപൊളി. നമ്മളെ ഇപ്പൊ ഡെക്ക് 5 ഡെക്ക് 5 നമുക്ക് ഇതേപോലെ പുറത്തോട്ട് വരാൻ പറ്റും. കണ്ട കടലിന്റെ കാഴ്ചകളൊക്കെ കട. എന്തായി, എങ്ങനെയുണ്ട് ഷിപ്പൊക്കെ? രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുകയാണ്. ഇത് ചാടിയ മതിയല്ലേ, കുറെ ഷിപ്പുകളൊക്കെ ഇരിപ്പുണ്ട്. അത് ശരി, കടല് കണ്ട മോനെ. ഇത് മലാക്ക കടലെടുക്കാണ്ടേ കാണാം, പ്രശസ്തമായ സ്ഥലമാണ്. ഈ ചൈന പിടിക്കാൻ നോക്കുന്ന സ്ഥലമാണ്. അത് നേരെ ഓപ്പോസിറ്റ് കുറെ ബിൽഡിങ്സ് കാണാം ദൂരെ. അത് മലേഷ്യ കണ്ടാ, മലേഷ്യയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ കുറേ ചരക്ക് കപ്പലുകളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു പുകയൊക്കെ, എന്താണോ? കുറേ ഷിപ്പുണ്ട് ഇവിടെ. ഷിപ്പുകൾ മെയിൻ പോകുന്ന സ്ഥലമാണ്. നമ്മുടെ പുകയാണോ കാണാം? അത് ശരി. ഓ, നമ്മുടെ ഷിപ്പിൽ നിന്ന് കൂടെ പുകയാണത്. ഞാൻ വിചാരിച്ചത് ഈ 5ാമത്തെ ഡെക്കിലാണ് ഈ ബോട്ടുകൾ മൊത്തം ഇരിക്കുന്നത്. അതായത് ഈ ഷിപ്പിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറേണ്ട ലൈഫ് ബോട്ടുകൾ കേട്ടോ, അതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറേ ഉണ്ട് ഇവിടെ. ലൈഫ് ബോട്ടുകൾ മാത്രമല്ല, വെള്ളത്തിലേക്ക് ഇട്ടാൽ വഞ്ചി പോലെ ആവുന്ന സാധനമല്ലേ, ആ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ എല്ലാ ബോട്ടിലും ഉണ്ടാവില്ല, എല്ലാ ഷിപ്പുകളിലും ഉള്ള സാധനം തന്നെയാണ്. വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. എന്തായാലും നമ്മൾ മൊത്തം അരിച്ചു പറക്കി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അത് മൊത്തം കാണിക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 5ാമത്തെ നിലയാണ് കേട്ടോ. 5ാമത്തെ നിലയിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിന്ന സ്ഥലത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റ് കണ്ടത് മലേഷ്യ ആണെങ്കിൽ, നമ്മളിപ്പോൾ നടന്ന് നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് വന്നു. ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അതായത് ഇവിടുന്ന് നേരെ ഈ കാണുന്ന ഭാഗത്തുനിന്നും നേരെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സുമാത്ര, ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള സുമാത്ര ദ്വീപിലെത്തും. നമ്മളവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പതാങ്ങിലും നമ്മുടെ മെൻഡവായി ട്രൈബിനൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയിട്ടില്ലേ, ആ ഏരിയ ആണ്. അത് ശരിക്കും വെസ്റ്റ് സുമാത്രയാണ്. ഇത് ഈസ്റ്റ് സുമാത്രയുടെ ഭാഗത്ത് നമ്മളെത്തും. വേണ്ട, സ്പെക്ട്രം ഓഫ് ദ സീ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫ് ബോട്ടുകൾ മൊത്തം ഉണ്ട് കേട്ടോ, അപ്പുറ സൈഡും ഇപ്പുറ സൈഡും. നമ്മൾ ഈ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ നടക്കണം. ഇവിടെ ഉണ്ടല്ലോ നല്ല രസമുള്ളൊരു ഏരിയ ഉണ്ട്. നോക്കി, ഈ ഒരു കടലിൻ്റെ കാഴ്ച കണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇത് എന്തിനുള്ളതെന്നറിയാം? ഇത് റെസ്റ്റോറൻറ്റോ വേറെ ഒന്നുമല്ല, ഇത് സ്മോക്കിംഗ് ഏരിയ ആണ്. ഈ ഷിപ്പിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഈ കടലിൽ കൂടി പോകുമ്പോൾ ഏറ്റവും അപകടം പിടിച്ച സംഭവം എന്താണെന്നറിയാമോ? ഷിപ്പിലുണ്ടാകുന്ന തീപിടുത്തം. അപ്പോൾ ഈ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി സ്മോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്ഥലം എല്ലാ ഷിപ്പുകളിലും ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ കാണുന്ന സ്ഥലം. കണ്ട, സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അടിപൊളി ഏരിയ അല്ലേ, നല്ല രസമല്ലേ ഈ കാഴ്ചയെ കണ്ടിരിക്കാം. അതുപോലെ ഇവിടെ ഹാഷ്ട്രാക്ക് ഉണ്ട്, എന്താ അതെല്ലായിടത്തും ഉണ്ട്, കുറേ സ്ഥലത്തുണ്ട്. ഇവിടെയൊക്കെ നിന്ന് വലിക്കാം. സത്യം പറഞ്ഞാലേ ഈ ഒരു ആംബിയൻസ് കണ്ടു കഴിഞ്ഞാൽ
ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കാത്തവൻ വരെ വലിക്കും. അങ്ങനത്തെ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കണത്. ഡിസൈൻഡ് സ്മോക്കിംഗ് ഏരിയ. ഇത് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും അങ്ങനെ തോന്നില്ല കേട്ടോ. 328 പേർക്ക് ഈ ഒറ്റ ലൈഫ് ബോട്ടിൽ കയറാൻ പറ്റും. പക്ഷെ എൻ്റെ ഊനപ്പം എത്ര വലുതായിരിക്കും അല്ലേ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ചെറുതാണെന്ന് തോന്നും കേട്ടോ. ശരിക്കും 4900 പാസഞ്ചേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരും ഉണ്ടാവും, കാരണം സ്റ്റാഫ് ഉണ്ടല്ലോ 2000-ഓളം പേര്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ക്രൂയിസോ, അതെന്താ സംഭവം എന്ന് പറഞ്ഞൂടാ, പോയി നോക്കാം. അവിടെ എന്തോ തിയേറ്റർ ഉണ്ടല്ലോ, എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ. ഇത് ഇവിടെ ഈ കാണുന്നത് വേറെ കഫേ അതാ ക്ലോസ്ഡ് ആണല്ലോ. ടൈമിംഗ് ഉണ്ടല്ലേ, ആ ഓക്കെ, സമയമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചേ തുറക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കഫേകളുണ്ട് കേട്ടോ. 24 മണിക്കൂർ നമുക്ക് എന്തായാലും തിന്നാൻ കിട്ടും ഏതെങ്കിലുമൊക്കെ കഫേയിൽ നിന്ന്. ഇവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇതേപോലെ പല സ്റ്റേജുകളും സംഭവങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അടിപൊളി പ്രോഗ്രാംസ് നമുക്ക് കാണാം. ഇതെനിക്ക് തോന്നുന്നത് ചൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നത്. നമ്മളെന്തായാലും പകുതി വെച്ചിട്ടാണ് വന്നേക്കുന്നത്, അതുകൊണ്ടൊന്നും മനസ്സിലായില്ല. ഇനി അടുത്ത പരിപാടി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ പൂൾ ടവൽസ് എന്ന് പറഞ്ഞാൽ കണ്ട, ഇവിടെ നമുക്ക് ടവൽ മേടിക്കാൻ കിട്ടും. നമ്മുടെ സീ പാസ് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. അത് തിരിച്ചും കൊടുക്കണം കേട്ടോ. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ $25 പൈസയുണ്ട്. യെസ്. ഹായ്. 1. ആ, ഒരാൾക്ക് എത്ര ടവൽ വേണമെങ്കിൽ കിട്ടോട്ടോ. തിരിച്ചു കൊടുക്കണമെന്നുള്ളത്. നമ്മളെ ആദ്യം വരുന്നത് ഇവിടെ ഫ്രണ്ടിലൊരു പൂളുണ്ടല്ലോ, അവിടെ ഇറങ്ങി. ഇവിടെ കുറേ പൂളുണ്ട് കേട്ടോ. ഇവിടെ എത്ര പൂളുണ്ട്? 3 പൂളുണ്ടല്ലേ. 6 ജക്കൂസി ഉണ്ട്. അടിപൊളി. ഇത് എവിടെയൊക്കെ ഇറങ്ങും? നമുക്ക് ആദ്യം ഇവിടെ ഇറങ്ങാം. ഇവിടെ ഫുള്ളാണല്ലോ. അയ്യോ, തിക്കും തിരക്കും ബേളം ഇതുണ്ടോ. ഇത് നമ്മുടെ ടീമാണല്ലോ. ആ ശരി. ഇവിടെ നിങ്ങൾ നേരെ സ്ഥലം പിടിച്ചാ. ഹലോ, എല്ലാവരും പൂളിൽ തന്നെയാണല്ലോ. എനിക്ക് പുറകെ കാണുന്നതേ ജക്കൂസിയാണ്. അവിടെ ഫുള്ളാ, നിറച്ച ആൾക്കാരാ. നമുക്ക് ഈ സ്ഥലമൊക്കെ ഗ്യാപ്പ് കിട്ടണ നോക്കി വേണം ഇറങ്ങാനായിട്ട്. നമുക്ക് ഇത് സ്വിമ്മിംഗ് പൂളാണ്, ചെറുതാണ്. ഓ ഇത് ചെറിയ തണുപ്പൊക്കെ ഉള്ള വെള്ളമുള്ള. നമ്മുടെ വരെ ആളുള്ളൂ ഇവിടെ. ഈ കാണുന്ന ഒരു യന്ത്രം കണ്ടത് എന്താണെന്നറിയാമോ? ഈ കാല് പാടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇരുത്തിയിട്ട് ഈ പൂളിലോട്ട് ഇറക്കാനുള്ള സംവിധാനമാണ്. നമ്മളെ ഇപ്പോൾ ഉള്ളത് ജക്കൂസിയിലാണ്. പുഴുങ്ങിയെടുക്കും. ഇത് ചൂടുവെള്ളമാണ്. അത് മാത്രമല്ല നല്ല ക്ലോറിന്റെ മണമുണ്ട്. 30 മിനിറ്റ് അല്ലേ? അല്ലെങ്കിൽ പണിയാ. ഇത് കൊള്ളട്ടെ, നല്ല രസമുണ്ട്, അടിപൊളി. നമ്മളെ ഷിപ്പിന്റെ മുൻഭാഗത്താണ് ഇരിക്കണത്. ഇത് ഷിപ്പിന്റെ ഫ്രണ്ടാണ്. ഇതേ ഒരു 30 മിനിറ്റ് കിടക്കാൻ പാടുള്ളൂ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഫുള്ള് ക്ലോറിൻ വാട്ടറാണ്, തല നനക്കാത്തതാണ് നല്ലത്. നമുക്ക് നല്ല പൂള് അപ്പുറത്തുണ്ട്, അതിൽ പോയി ഇറങ്ങാം. ഈ പൂള് നൈസ് ഉണ്ടാ. ഇത് ചെറുതാ, നമുക്ക് വലിയ പൂളുണ്ട്, അവിടെ ഇറങ്ങാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാന സ്വിമ്മിംഗ് പൂള്. എത്ര ആളുണ്ടോ? ഇത്ര ആളുണ്ടല്ലേ? ആ, ഇത് കഴുത്തൊരു ആളുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും നല്ല രസം എന്താ വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കിടക്കാം. അടിപൊളി. ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആകെ വെയിൽ കൊള്ളേണ്ടി വരും. പിള്ളേർ വരെ ഇറങ്ങുന്നുണ്ട്. അത് ശരി. നമ്മുടെ ജക്കൂസിയിൽ പിള്ളേർക്ക് അലൗഡല്ല കേട്ടോ. ഇവിടെ അലൗഡാണ്. 2 പൂളുണ്ട്. ഒന്ന് വെയിൽ കൊള്ളാത്ത പൂളുണ്ട് തൊട്ടപ്പുറത്ത്. ഇതും പ്രധാന പൂളാണ്. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ ഇറങ്ങാം. പിള്ളേർക്ക് ഇറങ്ങണമെങ്കിൽ ജാക്കറ്റ് വേണം. ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് പിള്ളേർ കണ്ടാ. അടിപൊളി. ഞാൻ ഇവിടെ നിന്ന് കുറച്ചൊരു കിടക്കാം. വെയിൽ കൊള്ളേണ്ടി വരുന്നുള്ളൂ. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാല്ലേ? ഇവിടെ വെയിൽ കൊള്ളുക, അതാ പ്രശ്നം. വെയിൽ കൊള്ളാത്തത് തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ച് വന്നതാണ്. നല്ല രസമല്ലേ? അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ചില സമയത്ത് ഡാൻസ് പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ടാവും വൈകുന്നേരം. അപ്പോൾ നല്ല രസമാണ്. പിന്നെ ഈ കാണുന്നത് സ്കൈ ബാർ, അതിൻ്റെ മുകളിലും ബാറുണ്ട്. ഹലോ, ഇതേ ഈ കൊച്ചിൻ്റെ കൂടെ തൽക്കാലം ആരുമില്ല കണ്ട. അതായത് ഇവിടെ പിള്ളേർക്ക് സ്വന്തമായിട്ട് ഇറങ്ങാം. ഒരു പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. പിള്ളേർക്ക് എന്തെങ്കിലും പറ്റുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല. പിള്ളേരെ എങ്ങോട്ട് വേണമെങ്കിൽ വിട്ടോ, ഫുൾ സേഫ്റ്റിയാണ്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് 2 ലൈഫ് ഗാർഡ് ഉണ്ട്, അവർ നോക്കിക്കോളും. അതുപോലെ എല്ലാ സ്ഥലത്തും ഈ നോക്കാനായിട്ട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര സേഫാണ്. കണ്ട, അവളൊറ്റക്ക് വന്നേക്കാണ്. അവളൊറ്റക്കാണ് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വന്നേക്കണ. ഇത്ര ആളുണ്ടാ? ഞാൻ മുങ്ങിപ്പോവും. നീന്തറിയോ? നീന്തറിയില്ല, പക്ഷെ തീരുന്നില്ല. നമ്മൾ രക്ഷിക്കാനുള്ള ആളുണ്ട്. നിങ്ങൾ എത്ര നേരമായി പൂളില്? എത്ര നേരമായി? 1 മണിക്കൂറായോ? 1 മണിക്കൂറായോ? ഹായ്. ചാടിക്കോ. ഇതേ നീന്താൻ അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്രേ ആഴമുള്ളൂ. ഞാൻ നിൽക്കുകയാണ് ചെയ്യണം. ഇല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് കിട്ടും, അതിട്ട് ചാടിയാലും മതി. ഒരു പേടിക്കണ്ട. അതേടെ പിള്ളേര് വരെ ചാടുന്നത് അപ്പോഴാണ്. ചാടി ചാടി ചാടി. അയ്യ, വെള്ളം തെറിപ്പിക്കരുത്.
എന്റെ എല്ലാം തടഞ്ഞേ. അതെ, ഇവിടുന്ന് ജമ്പ് ചെയ്യാൻ പാടില്ല എന്ന് ഒരാൾ വന്ന് പറഞ്ഞേ. എടുത്ത് ചാടാൻ പാടില്ല. ഈ കാണുന്ന വഴി കൂടി സാധാരണ പോലെ ഇറങ്ങാം, എന്നിട്ട് എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് തന്നെ ജക്കൂസി ഉണ്ട്. ഈ ജക്കൂസിൽ പിള്ളേർക്ക് ഇറങ്ങാം. ഏറ്റവും മുമ്പിലുള്ള ജക്കൂസിൽ ഇറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ, അത് അലൗഡ് അല്ല പിള്ളേർക്ക്. പിള്ളേരൊക്കെ ആറുമതിക്കാണ്. സമയം വൈകിട്ട് 6:30. 6 മണി തൊട്ട് ഇവിടെ ഡിന്നർ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഓൾറെഡി കാണിച്ചു തന്നാണ്. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ ചെറുതായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്തു. പല വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്തോനേഷ്യൻ ചിക്കൻ, പിന്നെ പല നാട്ടിൽ നിന്നുള്ള ഫുഡൊക്കെയാണ്. ഡിന്നർ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഞാൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഷിപ്പ് ഇപ്പോൾ പോകുന്ന ഈ ഒരു ഭാഗം കണ്ട, അതായത് ഷിപ്പിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന ദൂരെയൊക്കെ കാണാം, അതൊക്കെ ഇന്തോനേഷ്യയാണ്. ഈ കാണുന്ന ഐലൻഡൊക്കെ കണ്ട, ഈ ഐലൻഡൊക്കെ ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള ഐലൻഡാണ്. ഈ കാണുന്ന ഫുള്ള് ഇവിടെ മൊത്തം ഐലൻഡുകളാണ്, അതെല്ലാം ഇന്തോനേഷ്യയുടെയാണ്. റൈറ്റ് ഭാഗത്ത് കാണുന്നത് മൊത്തം സിംഗപ്പൂരിൻ്റെ ഭാഗങ്ങളാണ്. കുറച്ച് കഴിയുമ്പോൾ ഇനി മലേഷ്യ വരും കേട്ടോ. എനിക്ക് പറഞ്ഞാൽ അവിടെ മഴയാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ആ ദൂരെ കാണുന്നതൊക്കെ ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ദ്വീപുകൾ. പിന്നെ സുമാത്ര ദ്വീപൊക്കെ അടുത്താണ്. ഇതിനു മുമ്പ് നമ്മൾ പോയിട്ടുണ്ട് സുമാത്രയിൽ. അപ്പോൾ അതൊക്കെ ഈ ഭാഗത്താണ്. ശരിക്കും നല്ല രസമാണ് കേട്ടോ. നമ്മൾ പുറപ്പെട്ട സിംഗപ്പൂർ, അതായത് ഈ ഭാഗത്ത് നോക്കുമ്പോൾ കാണുന്നത് സിംഗപ്പൂരാണ്. പക്ഷേ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഇന്തോനേഷ്യ. അതുപോലെ തന്നെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ മലേഷ്യ എത്തും. ഇപ്പോൾ മലേഷ്യയുടെ ഇന്തോനേഷ്യയുടെ സൈഡിൽ കൂടി മലാക്ക കടലെടുക്കുന്ന കേട്ടിട്ടുണ്ടല്ലോ, ആ കടലിടുക്കി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യണത്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. ഇത് നോക്കിയേ, ആകാശത്തേക്ക് ഒരു സാധനം പോയേക്കണത്. അതിൻ്റെ മുകളിൽ ആൾക്കാരുണ്ട്. ഇത് വേറെന്തോ ആക്ടിവിറ്റിയാ. ഇതെങ്ങനെ കയറിയെന്ന് അറിയാൻ പാടില്ല. അത് പയ്യെ താഴത്തോട്ട് വരുന്നുണ്ട്. ഇത് കണ്ട, നേരത്തെ ഡാൻസ് കളിച്ച സ്ഥലമൊക്കെയാണ്. ആക്ച്വലി ഞാനിപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ 15-ാം ഡെക്ക് 14-ാം ഡെക്കൊക്കെ ആയിട്ടാണ്. ഇനിയും താഴത്തോട്ടൊക്കെ കുറേ ഉണ്ട്. എല്ലാം നമുക്ക് കാണാം. ഓടിച്ചിട്ട് കാണേണ്ടി വരും, കാരണം ആകെ 3 ദിവസമേ ഉള്ളൂ. നോക്കി ഇവിടെ നോക്കുമ്പോൾ കിടിലം വ്യൂ ഉണ്ട്. ഈ സൈഡൊക്കെ കാണുന്നത് മൊത്തം സിംഗപ്പൂരിൻ്റെ ഏരിയയാണ്. പക്ഷെ കുറേയും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മലേഷ്യയുടെ ഭാഗങ്ങളായിരിക്കും പിന്നെ കണ്ടു തുടങ്ങാൻ കേട്ടോ. നേരത്തെ ആകാശത്തേക്ക് പോയ സാധനം എന്തേ തിരിച്ചു വരുന്നു കേട്ടോ. അതിനകത്ത് ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്നും കൂടി ആകാശത്ത് പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കിടിലം വ്യൂ ആണ്. ഇത് കണ്ടോ, ഇതിന് നോർത്ത് സ്റ്റാർ എന്നാണ് പറയുന്നത്. ഇതിന് റിസർവേഷൻ ആവശ്യമാണ്, നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. 12 വയസ്സിന് താഴെയുള്ളവരൊക്കെ പാരൻസിനൊപ്പം കയറ്റുള്ളൂ. ഈ കാണുന്ന ഐലൻഡൊക്കെ ഉണ്ട്, ഇത് ബുക്കോം എന്നൊക്കെ പറയുന്ന സിംഗപ്പൂരിൻ്റെ ഭാഗമായിട്ടുള്ള ഐലൻഡാണ്. ഇത് വെസ്റ്റേൺ ഐലൻഡ് എന്ന് പറയും. പിന്നെ ഇതൊരു പോർട്ടാണ്. ഈ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ തൊട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ പോർട്ട്. സിംഗപ്പൂരിൻ്റെ പോർട്ട് ഏരിയയാണ്. നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്നൊക്കെ പറയുന്ന പോലെ അവിടെയൊക്കെ കുറച്ച് 3-4 ക്രെയിനല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ക്രെയിനുകളാണ്. അതുകൂടാണ്ട് അവിടെയും കുറേ കണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനമാണ് ഈ ഒരു ഷിപ്പിങ്. ഈ ഒരു രാജ്യം ഇത്രയും ഡെവലപ്പ് ആകാനുള്ള പ്രധാന കാര്യം ഷിപ്പുകൾ ഇവിടെ വരുന്നതുകൊണ്ടാണ്. ഷിപ്പിംഗ് ആണ് ഈ ഒരു രാജ്യത്തിൻ്റെ പ്രധാന വരുമാനം. അതുപോലെ തന്നെ നേരെ അപ്പുറത്ത് ഒരു മലയൊക്കെ കണ്ടുണ്ട്, അത് നമ്മുടെ മലേഷ്യയാണ്. ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മലേഷ്യ കണ്ടു തുടങ്ങാം കേട്ടോ. നമ്മളെ ആ തുറന്നിരിക്കുന്ന ഭാഗത്ത് വന്നാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല കിട്ടിലും കാറ്റടിക്കുന്നുണ്ട്. ഏറ്റവും അടിപൊളി സംഭവം കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡും മഴ പെയ്തുകൊണ്ടിരിക്കാം, ഹെവി മഴ. അതായത് മലേഷ്യ സൈഡ് മഴ, ഇന്തോനേഷ്യ സൈഡ് മഴയൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ ആ സൈഡിലാണ് പോയത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഷിപ്പിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് കണ്ടാ. നോക്കി പുകയൊക്കെ പോകണം. മഴ ഉണ്ടോ നിങ്ങൾ? മഴ നോക്കി, ആ കാണുന്ന മഴയാ കണ്ടാ. ശരി, നമുക്ക് ഈ ട്രെയിനിന്റെ മുകളിൽ നിന്ന് കയറിയല്ലോ. ഇതിന്റെ മുകളിലല്ലേ? റെഡിയല്ലേ? ബുക്ക് ചെയ്താ ഇതിപ്പോ ആകാശത്ത് നിൽക്കാണ്. ഇത് പയ്യെ താഴത്തോട്ട് ഇറക്കും. ഇത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും കൂടി അതിന്റെ മുകളിൽ കയറാൻ പോവാട്ടോ. 14 നില ഷിപ്പിന്റെ മുകളിൽ വീണ്ടും അത്രയും കൂടി മുകളിലല്ലേ? മുകളിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് മോനെ. മൊത്തം മഴ ഇതൊക്കെ മൂടൽ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഒരു കപ്പലുണ്ടാ, ഫുള്ള് പോക. നോക്കി, ആക്ച്വലി മഴയുണ്ടാ വരുന്നേ. ഓ എന്താ രസല്ലേ, അടിപൊളിയല്ലേ. ഇപ്പൊ നമ്മളെ അതിന്റെ മുകളിൽ കയറാൻ വേണ്ടിട്ട് വന്നാണ്. അവിടെ ബുക്ക് ചെയ്യണ്ടേ? മഴ കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ ഒന്നും കാണൂല, വെറുതെ പോകുന്ന കയറാൻ. അല്ലെങ്കിൽ ഇതുപോലെ മൊത്തം മൂടിയിരിക്കും കേട്ടാ. പക്ഷെ ഇത് കിടിലാട്ടോ. പെട്ടെന്ന് നോക്കിയപ്പോ ഇങ്ങനെ വന്നേക്കണ്. ഇത്ര നേരം ഇങ്ങനെ ഇല്ലായിരുന്നു. നോക്കി, സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ആൾക്കാർ എന്റെ ഓടുന്നു. അയ്യോ മഴപൊടി. മൊത്തത്തില് ആംബിയൻസ് ഒക്കെ തന്നെ ഫുള്ള് മാറിയിട്ടാ. ഇത് ആക്ച്വലി ബാറാണ്.
പേയ്മെന്റ് കൊടുക്കണം. ബാർ ഫ്രീ അല്ല, ബാക്കി ഫുഡൊക്കെ ഫ്രീ ആണെങ്കിലും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡെക്ക് 4 ആണ് കേട്ടോ, അതായത് 4ാമത്തെ നിലയിലാണ്. ഇവിടെ ഒരു റോയൽ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഞാനത് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സ്നോ ഗേൾ എന്ന് പറയുന്നൊരു പ്രോഗ്രാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുകയാണ്. ഇവിടെ ലിക്കർ കിട്ടും, അതെ നമുക്ക് ലിക്കറൊക്കെ മേടിക്കാം. അയ്യോ ഇത് ഫുള്ളായി. ഇതിന് അരമണിക്കൂറുണ്ട് പരിപാടിക്ക്. അപ്പോഴേക്കും എന്ത് ചെയ്യാം, ആൾക്കാർ സീറ്റൊക്കെ പിടിച്ച്. നമ്മൾ അരമണിക്കൂർ മുമ്പേ പോന്നു. ഞാൻ നല്ല അടിപൊളി സീറ്റ് പിടിച്ചിട്ടുണ്ട്. നേരത്തെ വന്നില്ലെങ്കിൽ സീറ്റ് കിട്ടില്ലട്ടാ, കാരണം ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാമാണ്. എല്ലാവരും തിക്ക് തിരക്കും ബഹളമായിരിക്കും. നമ്മൾ അരമണിക്കൂർ മുമ്പേ ഇവിടെ എത്തി, അതുകൊണ്ട് നല്ലൊരു സീറ്റ് കിട്ടി. എൻ്റെ പൊന്നോ അടിപൊളി നോക്കി. അങ്ങനെ പ്രോഗ്രാം ആരംഭിച്ചു. ഇത് ശരിക്കും ഒരു നൃത്ത പ്രോഗ്രാമാണ് കേട്ടോ, അതായത് പല വേഷങ്ങൾ ഇട്ടിട്ട് പല ലൈറ്റിംഗ് സെറ്റപ്പുകളൊക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. നല്ല രസമുണ്ട്. എന്തായാലും ഇതേപോലെ തന്നെ പല ഷോകളുണ്ട്. ഇതൊരു പ്രോഗ്രാമാണ്. ഇത് കൂടാണ്ട് വേറെയും പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും നിശ്ചിത ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ടൈമിംഗ് അനുസരിച്ച് ഓരോ പ്രോഗ്രാംസ് ഉണ്ടാവും. ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ഒരു ദിവസം തന്നെ 2 തവണയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 7 മണിക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരെണ്ണം 10 മണിക്കും കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് റോയൽ കരീബിയൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഷിപ്പിൽ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ പ്രോഗ്രാം നടക്കേണ്ടത് നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇന്ന സമയത്ത് ഇന്ന പ്രോഗ്രാം കാണണം, അടുത്ത സമയത്ത് അടുത്ത പ്രോഗ്രാമിന് പോകണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം. ഇത് മൊത്തത്തിൽ ഷെഡ്യൂൾ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം ഓരോ നിമിഷവും ഓരോ പരിപാടികൾ ഈ ഷിപ്പിന്റെ പല ഭാഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 4900-ഓളം യാത്രക്കാർ പല ഭാഗങ്ങളിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വിടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാൻ അവിടെ പറ്റില്ല. അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ഓരോ ആക്ടിവിറ്റികൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിപ്പോവും. എന്തായാലും ഈ പ്രോഗ്രാമൊക്കെ അടിപൊളിയാണ്. ഇതേപോലെ തന്നെ വേറെയും പ്രോഗ്രാമുകൾ ഉണ്ട്. നമുക്ക് അതൊക്കെ ഓരോ ദിവസങ്ങളായിട്ട് കാണാം. എന്തായാലും കിടിലം പരിപാടിയാണ് കേട്ടോ. ഇവിടെ അടിപൊളി പെർഫോമൻസ് ആണ്. എൻ്റെ മോനെ കിടിലം പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയിലായിരുന്നു. ഒരു 45 മിനിറ്റിൻ്റെ പരിപാടിയാണ്. കിടിലനായിരുന്നു, ഒരു രക്ഷയില്ല. ഇതേപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നൊക്കെ അറിയില്ല. ആപ്ലിക്കേഷൻ ഉണ്ട്, റോയൽ കരീബിയൻ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അപ്പോൾ ഓരോ ദിവസം എത്ര സമയത്ത് ഏതൊക്കെ ഡെക്കിൽ എന്തൊക്കെ പരിപാടി നടക്കേണ്ടത് ആ ആപ്പ് നോക്കുമ്പോൾ മനസ്സിലാവണം. അങ്ങനെ തപ്പി പിടിച്ചെടുക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡേ 1 ഡേ 2 ഡേ 2 അങ്ങനെ ഐറ്റിനറി ഉണ്ട്. എല്ലാം നോക്കണം. അങ്ങനെ നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. അതിന് 8:30 9 മണി വരെ ഫുഡുള്ളൂ ഇന്ന്. എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ഉള്ളൂ. അതിനുശേഷം പിന്നെ അല്ലറ മറ്റേ കഫേയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഓപ്പൺ ആയിരിക്കും. ഫുഡൊക്കെ കിട്ടും എന്തെങ്കിലുമൊക്കെ. മെയിൻ റെസ്റ്റോറൻറ്റിൽ അടയ്ക്കും. അപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. എല്ലാ സ്ഥലത്തും ഓരോരോ വിഭവങ്ങൾ. ഗോബി പക്കോട അല്ലേ. പിന്നെ ചിക്കൻ്റെ ഐറ്റംസ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സെക്ഷനാണ്. ഇത് സാലഡുകൾ, പല ടൈപ്പ് സാലഡ് നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് തിന്നാം. ഈ കാണുന്നത് പോർക്കാണ്. എന്താ പോർക്ക് അവിടെ കട്ട് ചെയ്ത് തരും, സ്ലൈസ് ആക്കി തരും. ഇത് ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് കൊള്ളാം. ഇതൊരു ഇന്തോനേഷ്യൻ ടൈപ്പ് ചിക്കൻ സ്വീറ്റ് സോയിൻ സോസ്, അതാണ് സാധനം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നത് പോർക്ക് ഗ്രില്ല് ചെയ്തത്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ ബേക്ക് ചെയ്തെടുത്തത്. വഴുതനങ്ങ, അതുപോലെ പിന്നെ റോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, ഫിഷ് റോസ്റ്റ് ഉണ്ട്. ഈ സൈഡിൽ എന്തൊക്കെയോ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, കബാബ്, ചിക്കൻ അഡോബോ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. ചിക്കൻ്റെ ഐറ്റം കുറേ ഉണ്ട്. ഈ കാണുന്നത് ചിക്കൻ സ്വാഗ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ചിക്കൻ റോസ്റ്റ് പോലെ തന്നെ ഉണ്ട്. ഇതെന്താണ്, സാപ്പി ഇന്തോനേഷ്യൻ ബീഫ് സ്റ്റൂ. ഓ ഇതൊക്കെ എടുക്കണം മോനെ, പൊളിക്കണമെന്ന്. അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ ഈ സൈഡിൽ റൈസ് ഉണ്ട്. ഇത് വെജിറ്റബിൾ കറിയൊക്കെ കേട്ടോ. ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തിയൊക്കെ ഉണ്ട്. ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട്, പപ്പടമൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നാളെ ഇനി നമ്മൾ മലേഷ്യയുടെ ഭാഗമായിട്ടുള്ള പെനാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.